മൈതാനത്ത് കനത്ത മഴയും ആകാശത്ത് ഇടിമിന്നലും താണ്ഡവമാടിയ അതിശക്തമായ മോശം കാലാവസ്ഥയെ സാക്ഷി നിർത്തി നടന്ന ആവേശകരമായ ലോകകപ്പ് പോരാട്ടത്തിൽ ഇക്വഡോറിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത ആതിഥേയരായ മെക്സിക്കോ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. കളിയുടെ ഒന്നാം പകുതിയിൽ തന്നെ പിറന്ന 2 തകർപ്പൻ ഗോളുകളാണ് മെക്സിക്കോയ്ക്ക് ഈ ആധികാരികമായ വിജയം സമ്മാനിച്ചത്. മെക്സിക്കൻ നിരയിലെ സൂപ്പർ താരങ്ങളായ ഹൂലിയൻ ക്വിനോനസ്, റൗൾ ഹിമനസ് എന്നിവരാണ് ആതിഥേയർക്കായി ഇക്വഡോറിന്റെ വലകുലുക്കി വിജയശില്പികളായത്. ഈ മാസ്മരിക വിജയത്തോടെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയ മെക്സിക്കോയ്ക്ക് ഇനി വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് ഡിയാ കോങ്കോ മത്സരത്തിലെ വിജയികളെയാണ് അടുത്ത ഘട്ടത്തിൽ നേരിടേണ്ടി വരിക. കനത്ത മഴയും മോശം കാലാവസ്ഥയും കാരണം മുൻകൂട്ടി നിശ്ചയിച്ച സമയത്തിലും ഏറെ വൈകിയാണ് മത്സരം ആരംഭിച്ചതെങ്കിലും കളിയിലുടനീളം തങ്ങളുടെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്താൻ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് വളരെ അനായാസം സാധിച്ചു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇക്വഡോർ പ്രതിരോധത്തെ വിറപ്പിച്ചുകൊണ്ട് തുടർച്ചയായ മുന്നേറ്റങ്ങളാണ് മെക്സിക്കോ നടത്തിയത്. ഈ നിരന്തരമായ ആക്രമണങ്ങൾക്കൊടുവിൽ കളിയുടെ 22-ാം മിനിറ്റിൽ മെക്സിക്കോ തങ്ങളുടെ ആദ്യ ഗോൾ സ്വന്തമാക്കി. മൈതാനത്ത് മെക്സിക്കൻ താരങ്ങൾ നെയ്തെടുത്ത മനോഹരമായ ഒരു നീക്കത്തിനൊടുവിൽ ഹൂലിയൻ ക്വിനോനസ് ആണ് പന്ത് കൃത്യമായ വലയിൽ എത്തിച്ച് ടീമിനെ മുന്നിൽ എത്തിക്കുന്നത്. ആദ്യ ഗോളിന്റെ ആവേശം ഗ്യാലറിയിൽ അടങ്ങും മുൻപ് തന്നെ കൃത്യം 9 മിനിറ്റിനുള്ളിൽ, അതായത് 31-ാം മിനിറ്റിൽ മെക്സിക്കോ തങ്ങളുടെ ലീഡ് ഉയർത്തി ഇക്വഡോറിനെ വീണ്ടും ഞെട്ടിച്ചു. മെക്സിക്കൻ നിരയിലെ ഏറ്റവും പരിചയസമ്പന്നനായ സ്ട്രൈക്കർ റൗൾ ഹിമനസ് തനിക്ക് ലഭിച്ച സുവർണാവസരം ഒട്ടും പാഴാക്കാതെ കൃത്യമായി വിനിയോഗിച്ച് സ്കോർ 2-0 ആക്കി മാറ്റുകയായിരുന്നു. ഇതോടെ ആദ്യ പകുതിയിൽ തന്നെ വ്യക്തമായ ആധിപത്യത്തോടെ മെക്സിക്കോ കളി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി. 2-ാം പകുതിയിൽ കളിയിലേക്ക് തിരികെ വരാൻ ഉറച്ച് പന്തടക്കത്തിൽ ഇക്വഡോർ അല്പം മുന്നിട്ട് നിന്നെങ്കിലും മെക്സിക്കോയും അവരുടെ കരുത്തുറ്റത് പാറ പോലുള്ളതുമായ പ്രതിരോധക്കോട്ട ഭേദിക്കാൻ അവർക്ക് ഒട്ടും സാധിച്ചില്ല. ഇക്വഡോറിന്റെ സൂപ്പർ താരം എനർ വലൻസിയയുടെ നേതൃത്വത്തിൽ ഇക്വഡോർ മുന്നേറ്റ നിര ചില മികച്ച ഗോളാവസരങ്ങൾ മെക്സിക്കൻ ബോക്സിൽ സൃഷ്ടിച്ചെങ്കിലും അതൊന്നും കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കടന്നതോടെ കളി കടുത്ത ശാരീരിക പോരാട്ടങ്ങളിലേക്ക് നീങ്ങുകയും കളി പരുക്കനാവുകയും ചെയ്തു. ഇതിന്റെ ഫലമായി മെക്സിക്കൻ താരങ്ങളെ ഫൗൾ ചെയ്ത ഇക്വഡോർ താരങ്ങളായ അലൻ ഫ്രാങ്കോ, കെൻട്രി പായസ്, മോയിസസ് കൈസഡോ എന്നിവർക്ക് റഫറിയിൽ നിന്നും മഞ്ഞക്കാർഡ് വാങ്ങി ഒതുങ്ങേണ്ടി വന്നു. എന്നാൽ കളിയുടെ അവസാന നിമിഷങ്ങളിൽ നാടകീയമായ സംഭവങ്ങളാണ് മൈതാനത്ത് ഇറങ്ങിയത്. കളി അവസാനിക്കാൻ വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇക്വഡോർ താരം പിയറോ ഹിൻകാപ്പി പായപൊത്തി സംസാരിച്ചതിന് റഫറിയിൽ നിന്നും നേരിട്ട് ചുവപ്പുകാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു. ഇത് ഇക്വഡോർ ക്യാമ്പിന് വലിയ തിരിച്ചടിയായി മാറി. തങ്ങളുടെ പ്രധാന താരം ചുവപ്പുകാർഡ് കണ്ട് പുറത്തായതോടെ ഒടുവിൽ വെറും 10 പേരുമായാണ് ഇക്വഡോർ മത്സരം പൂർത്തിയാക്കിയത്. ആദ്യ പകുതിയിലെ 2 ഗോളുകളുടെ കരുത്തിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടർ ടിക്കറ്റ് ഉറപ്പിച്ചപ്പോൾ പരുക്കൻ കളിയും ചുവപ്പുകാർഡും വാങ്ങി ഇക്വഡോർ ലോകകപ്പിൽ നിന്നും നാണം കെട്ട് പുറത്തേക്കുള്ള വഴിയായി. അതേസമയം ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ പ്രഖ്യാപിച്ച ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ ഫ്രാൻസും നോർവേയും അവസാന 16-ൽ ഇടം പിടിച്ചു. 1-3 ഗോളുകൾക്കാണ് സ്വീഡനെ തകർത്ത് നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് പ്രീ ക്വാർട്ടർ ടിക്കറ്റ് എടുത്തത്. പ്രീ ക്വാർട്ടറിൽ പരാഗ്വേയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ.